അപ്പോൾ ഇനി നമുക്ക് റിലീജിയനെ കുറിച്ചാണ് പറയാനുള്ളത്. നമുക്കറിയാം, റിലീജിയൻ സ്വാഭാവികമായിട്ടും സൊസൈറ്റിയിൽ വളരെയധികം സ്വാധീനമുള്ളൊരു സംഭവമാണ്. ഏറ്റവും വലിയൊരു ഘടകമാണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ് റിലീജിയൻ, അല്ലേ? അപ്പോൾ ഈ റിലീജിയനും പൊളിറ്റിക്സുമായി അഭേദ്യമായ ബന്ധമുണ്ട്. റിലീജിയനും പൊളിറ്റിക്സും, പൊളിറ്റിക്സ് സ്വാഭാവികമായിട്ടും റിലീജിയൻ സ്വാഭാവികമായും പൊളിറ്റിക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ കാര്യങ്ങളിലൊക്കെ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് വെർ ഇൻസെപ്പറബിൾ, അല്ലേ? ഹാഡ് മ്യൂച്വൽ റിലേഷൻഷിപ്പ്. പഴയ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. അവർ തന്നെയായിരുന്നു, പൊളിറ്റീഷ്യൻസ് തന്നെ ആയിരുന്നു നേരത്തെ ലീഡേഴ്സും, അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സ് തന്നെ ആയിരുന്നു. അവരുടെയൊക്കെ ഒത്താശയോടുകൂടിയായിരുന്നു പോയിരുന്നത് ഈ ഭരണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇപ്പോഴും സ്റ്റിൽ ഇൻസെപ്പറബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ നമ്മളുടെ സെക്യുലറിസം എന്ന് പറഞ്ഞ സംഭവം അത് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറഞ്ഞത് എല്ലാ മതങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഉള്ള ഒരു സെക്യുലറിസമാണ്. എല്ലാ മതങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മതത്തിനും പ്രത്യേകം സ്ഥാനം കൊടുക്കാതെ ഉള്ള സെക്യുലറിസമാണ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിലീജിയൻ പൊളിറ്റിക്സും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഇൻസെപ്പറബിളാണ്, മാറ്റാൻ കഴിയാത്തതാണ്. ഇനി മീനിങ് ഓഫ് റിലീജിയനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് റിലീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ബിലീഫ്സ് and cultural peculiarities which establishes a symbols that connect a human beings with spirituality and moral values. അതുപോലെ തന്നെ ആത്മീയത, ഇവയോടുകൂടെ ഒരു മനുഷ്യനെ പല സിമ്പിൾസുമായി കണക്ട് ചെയ്തുകൊണ്ട് ധാരാളം വിശ്വാസങ്ങളും സാംസ്കാരികമായ ആചാരങ്ങളും പ്രത്യേകതകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം വിഭാഗത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു കൂട്ടം ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലീജിയനെ കുറിച്ച് ധാരാളം ആൾക്കാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആൽഫ്രഡ് റാഡ്ക്ലിഫ് ബ്രൗണിൻ്റെ അഭിപ്രായത്തിൽ, ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റാണ്. അദ്ദേഹം റിലീജിയനെ കുറിച്ച് പറയുന്നത്, റിലീജിയൻ ഈസ് എവ്രിവെയർ when an expression in one form or another of a sense of dependence on a power beyond man എന്നാണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ, റൊണാൾഡ് എൽ ജോൺസ്റ്റൺ 1975 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ വർക്കിൽ അദ്ദേഹം പറഞ്ഞത്, റിലീജിയൻ ആൻഡ് സൊസൈറ്റി ഇൻ ഇൻ്ററാക്ഷൻ ദ സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? റിലീജിയൻ ആസ് എ സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ബൈ വിച്ച് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ്റർപ്രറ്റ്സ് ആൻഡ് റെസ്പോൺസ് ടു വാട്ട് ദേ ഫീൽ ഈസ് സൂപ്പർ നാച്ചുറൽ ആൻഡ് സേക്രഡ്. തങ്ങൾക്ക് തോന്നുന്നതൊക്കെ സൂപ്പർ നാച്ചുറലും വിശുദ്ധവുമാണ് എന്ന് അവർ റെസ്പോണ്ട് ചെയ്യുന്ന നിലയ്ക്ക് ഒരു വിഭാഗം ജനങ്ങൾ തങ്ങളുടെ വിശ്വാസങ്ങളെയും തങ്ങളുടെ പ്രാക്ടീസുകളൊക്കെ അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, അവർ വ്യാഖ്യാനിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് മതം എന്ന് വിളിക്കുന്നത്. എനിവേ, നമുക്ക് റിലീജിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് എണ്ണാം. റിലീജിയൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫിനോമിനോ, പ്രതിഭാസങ്ങളുടെ ഒരു കൂട്ടമാണ് റിലീജിയൻ. സെക്കൻഡ് വൺ, റിലീജിയൻ ഈസ് കണക്റ്റഡ് വിത്ത് എ സേക്രഡ് ആൻഡ് സൂപ്പർ നാച്ചുറൽ. ഇതിൻ്റെ പ്രത്യേകത സൂപ്പർ നാച്ചുറാലിറ്റി ആൻഡ് സേക്രഡ് എന്നുള്ളതാണ്. പരിശുദ്ധിയാണ് എപ്പോഴും റിലീജിയനുകൾ ഉയർത്തി കാണിക്കുന്നൊരു വിഷയം. അതേപോലെ തന്നെ നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ പവറുകൾ, ദൈവങ്ങളൊക്കെ അവർ സൂപ്പർ നാച്ചുറൽ പവറുകളാണ്. പിന്നെ റിലീജിയൻ ഇൻവോൾവ്സ് എ ബോഡി ഓഫ് ബിലീഫ്സ്, ധാരാളം വിശ്വാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലീജിയൻ ഉൾക്കൊള്ളുന്നുണ്ട്. ഫോർത്ത് വൺ നമ്മൾ പറയുന്നത് റിലീജിയൻസ് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് പ്രാക്ടീസസ്, കുറേ പ്രാക്ടീസുകൾ, ഇപ്പോൾ കർമ്മങ്ങൾ, അതേപോലെ തന്നെ നിസ്കാരം, ആചാരം, നോമ്പ്, അല്ലേ? ഹിന്ദു മതത്തിലാണെങ്കിൽ അതിൻ്റെ അമ്പലത്തിൽ ചെന്നിട്ട് പൂജകളും കുറേ കർമ്മങ്ങളും, എനിവേ ധാരാളം പ്രാക്ടീസുകൾ, ഇവ ഒക്കെ ഉൾക്കൊണ്ടതാണ്, ഇൻവോൾവ് ചെയ്യുന്നതാണ് റിലീജിയൻ. എനിവേ, റിലീജിയൻ മനുഷ്യൻ്റെ ഏത് റിലീജിയനും അവരൊക്കെ എന്താണ്? റിലീജിയൻ ഈസ് എ കളക്ഷൻ ഓഫ് ബിലീഫ് ഓർ കൾച്ചറൽ സിസ്റ്റം ദാറ്റ് റിലേറ്റ് ഹ്യൂമാനിറ്റി ടു സ്പിരിച്വാലിറ്റി ആൻഡ് മോറൽ വാല്യൂസ്. ഒന്ന് സിമ്പിളാക്കി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളുടേതായ ഭാഷയിൽ പറയുകയാണെങ്കിൽ, റിലീജിയൻ എന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങളുടെയും സാംസ്കാരിക വ്യവസ്ഥതകളുടെയും ഒരു കൂട്ടമാണ്.
അവ മാനുഷികത, അതേപോലെ തന്നെ ആത്മീയത, അതുപോലെ മോറൽ വാല്യൂസ്, മോറലായ മൂല്യങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളിക്കുന്ന അവയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു കളക്ഷൻ ഓഫ് ബിലീഫിനാണ് എന്തെന്ന് പറയുക, മതമെന്ന് പറയുന്നത്. ഇവയിലൊക്കെ എല്ലാ മതങ്ങളിലും there should be behaviors, ഓർഗനൈസ്ഡ് ബിഹേവിയേഴ്സും ക്ലർജിയും അതേപോലെ തന്നെ സാക്രിഫൈസ്, ഫെസ്റ്റിവൽസ്, ഫ്യൂണറി സർവീസ്, പ്രയേഴ്സ്, പബ്ലിക് സർവീസ് ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇവയൊക്കെ ഏത് മതങ്ങളിലും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയുള്ള സ്വഭാവം. ഹിന്ദു മതക്കാരനാണെങ്കിൽ ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾക്ക് അവർക്കൊരു ഓർഗനൈസ്ഡ് ബിഹേവിയർ ഉണ്ടാകും. ഒരു മുസ്ലിം മതവിശ്വാസിക്ക് അവർക്കൊരു ഓർഗനൈസ്ഡ് ബിഹേവിയർ ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് സാക്രിഫൈസുകൾ, കുർബാനകൾ, അർപ്പണങ്ങൾ, ബലികൾ അതുണ്ടാകും. ഓരോ മതക്കാർക്കും ഉണ്ടാകും. ഫെസ്റ്റിവൽസ് ഉണ്ടാകും, അല്ലേ? ഓരോ ആഘോഷങ്ങളുണ്ടാകും, പെരുന്നാളുകൾ, ഇങ്ങനെ പല ഫെസ്റ്റിവൽസ് ഉണ്ടാകും. ഫ്യൂണറി സർവീസ്, മരണാനന്തര ചടങ്ങുകളുണ്ടാകും, പ്രയറുകളുണ്ടാകും, പബ്ലിക് സർവീസുകളുണ്ടാകും, അതേപോലെ തന്നെ മാനുഷിക സാംസ്കാരികമായ പല കാര്യങ്ങളും, ഇങ്ങനെ പലതും ഓരോ റിലീജിയനുകളുണ്ടാകും. അതൊക്കെ മൊത്തത്തിൽ റിലീജിയൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇത് നമ്മളുടെ പോയിന്റിലേക്ക് പോകാം. റിലീജിയസ് ഇൻഫ്ലുവൻസ് ഓൺ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ മതങ്ങളെക്കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 2011 സെൻസസ് പ്രകാരം, 2011 കാനേഷുമാരി പ്രകാരം 79.8% ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ഇത്ര ശതമാനം ഹിന്ദുയിസമാണെങ്കിൽ, 14.2 മുസ്ലിംസുമാണെങ്കിൽ, 2.3% ക്രിസ്ത്യാനിറ്റിയും, 1.72% സിഖ് മതക്കാരും, പിന്നെ അതുപോലെ തന്നെ 0.7% ബുദ്ധിസ്റ്റുകളും, 0.37% ജൈനിസവും ആണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിവേ, റിലീജിയൻ ഹാഡ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ പൊളിറ്റിക്കൽ പാറ്റേൺ ഇൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ. പൊളിറ്റിക്കൽ പാറ്റേണിൽ വലിയ ഒരു സ്വാധീനം മതത്തിനുണ്ട്. പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷണൽ ഗവൺമെൻറ്, persistence of communal perception and competition for socio-economic resources considered some of the reasons for the generation of communal beliefs and their change into major rights. വലിയ കലാപങ്ങൾക്കൊക്കെ ഒരു കാരണമായിട്ട് മതകീയമായ അല്ലെങ്കിൽ വർഗീയമായ ഈ കലാപങ്ങളുടെ കാരണങ്ങൾ പറയുന്നത് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ്. പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഗവൺമെൻറ് ആണ് ഒരു മതത്തിനെ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം, മറ്റൊരു മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം. ഈ സംഗതികൾ, അതായത് മതത്തിലേക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ലെവലിൽ നിന്നുകൊണ്ട് ജനങ്ങളെ കാണുക, അല്ലേ? അങ്ങനെ ഇന്ത്യ അങ്ങനെയല്ല, യഥാർത്ഥ മുസ്ലിമുകളും അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി റിലീജിയനിലൂടെ പൊളിറ്റിക്കൽ പവർ കൊണ്ടുപോകുമ്പോൾ ആണ് ഇത്തരത്തിലുള്ള സോഷ്യൽ റൈറ്റ്സിലേക്ക് രാഷ്ട്രം എത്തുന്നത്. Indian socio-political life envisages a pluralistic and secular one. Religion and politics never completely separated. നമ്മളെ ഇന്ത്യ എന്നത് ഒരു പ്ലൂരാലിസ്റ്റിക് കൺട്രിയാണെന്ന് നമുക്കറിയാം, അല്ലേ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നമ്മളുടെ ഇന്ത്യ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മതത്തെ നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഏകത്വം, അല്ലേ? നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറഞ്ഞ സംഭവം. പക്ഷേ ഒരിക്കലും എന്തെന്നില്ല, നമ്മൾ മതത്തെ മാറ്റി നിർത്തുന്നൊന്നുമില്ല. ഇൻ ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റീസ് വേർ സെക്യുലർ പൊളിറ്റിക്കൽ റിലീജിയസ് ഐഡിയാസ്. എന്നാൽ നമ്മുടെ ട്രഡീഷണൽ പൗരാണികമായ ഇന്ത്യൻ സൊസൈറ്റി വേർ സെക്യുലർ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്. അന്ന് കാലത്ത് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും. ആൻഡ് ദ ലെജിറ്റിമസി ഓഫ് ദ റൂളർ വാസ് ഡിറ്റർമിൻഡ് അക്കോർഡിംഗ് ടു ദ റിലീജിയസ് ഐഡിയാസ്. ഈവൻ എങ്ങനെ ഭരിക്കണം എന്നുള്ളത് പോലും റിലീജിയസ് ഐഡിയോളജി. ഇപ്പോൾ രാജഭരണമാണെങ്കിൽ അവർക്കൊരു ബന്ധപ്പെട്ട റിലീജിയൻ ഉണ്ടാവും. അവരാണ്
ഭരിക്കേണ്ട നിയമങ്ങളും നിയമാവലികളും ഐഡിയോളജികളൊക്കെ ഉണ്ടാക്കി തീർക്കുക. അങ്ങനെയായിരുന്നു പൗരാണികമായും. അപ്പോൾ ഇപ്പോഴും നമ്മളുടെ ഇന്ത്യ ഇപ്പോഴും പ്ലൂറലിസ്റ്റിക് ഇന്ത്യയാണ്, സെക്കുലർ ഇന്ത്യ ആണെങ്കിലും നമുക്ക് റിലീജിയൻ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. സെക്യുലറിസം ഈസ് എ ബിലീഫ് ദാറ്റ് എ കൺട്രി ഷുഡ് ട്രീറ്റ് ഓൾ റിലീജിയൻസ് ഈക്വാലിറ്റി. ഇതാണ് നമ്മളുടെ സെക്യുലറിസം പഠിപ്പിച്ചു തരുന്നത്. എല്ലാ മതത്തെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലാതെ ഈ മതം വേണ്ട ആ മതം വേണ്ട ഒരു മതവും വേണ്ട എന്ന് പറയുന്ന പാശ്ചാത്യ സെക്യുലറിസം അല്ല ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ റിലീജിയനിക്കും ഈക്വലായിട്ട് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രീആമ്പിൾ നോക്കൂ, നമ്മൾ ഇന്ത്യയുടെ പ്രീആമ്പിൾ നോക്കൂ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രാറ്റർണിറ്റി ടു ഓൾ ഇന്ത്യൻ സിറ്റിസൻസ് ഹാവിംഗ് ടേക്കൺ ഇൻ ടു കെയർഫുൾ കൺസിഡറേഷൻ ദ പ്ലൂറൽ സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും ഇന്ത്യൻ സ്ട്രക്ചറിൻ്റെ, നമ്മളുടെ ഘടനയുടെ, നമ്മുടെ പോപ്പുലേഷൻ്റെ ഘടനയായ ഈ പ്ലൂരാലിറ്റിയെ, ഈ വൈവിധ്യങ്ങളെ, ഈ ബഹുമുഖതകളെ അതിനെ പരിഗണിച്ചുകൊണ്ട്, അതിനെ എല്ലാം വളരെയധികം സൂക്ഷ്മതയോടെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ എല്ലാ പൗരന്മാർക്കും, ഇന്ത്യയിലെ ഭാരതീയ ഓരോ പൗരന്മാർക്കും ഫ്രാറ്റേണിറ്റി, ഈക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ജസ്റ്റിസ്, ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീആമ്പിൾ നമുക്ക് നൽകി തരുന്നത്. അതേപോലെ തന്നെ പൊളിറ്റൈസേഷൻ ഓഫ് റിലീജിയൻ is the main challenge of a secular state. സത്യത്തിൽ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ സെക്യുലർ കൺട്രി ഇന്ത്യയാണ്. ഏനി സെക്യുലർ കൺട്രി, ഏതൊരു സെക്യുലർ കൺട്രിയുടെയും ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ ധാരാളം മതകീയ കൂട്ടക്കൊലകളും അല്ലെങ്കിൽ വർഗീയ കലഹങ്ങളും ലഹളകളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടതും. അതുകൊണ്ട് ഈ അവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. It determines the results of election and political direction in India. അപ്പോൾ റിലീജിയന് വേണ്ട വിധത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഇതിൻ്റെ അവസ്ഥകളൊക്കെ മാറ്റിമറിക്കും. The society should not give room for political war that link to religion. മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മതകീയ രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് നമ്മൾ അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് എങ്ങനെയാണ് റിലീജിയൻ ത്രെട്ടാവുക എന്നുള്ള ഒരു ക്വസ്റ്റ്യന് പലപ്പോഴും ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. ഈ പാഠം നമ്മൾ റിലീജിയൻ എന്ന ഏരിയ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് ക്ലാസ് എന്നാണ് പഠിക്കാനുള്ളത്.